വലിയ ഒരു എന്താ രാഷ്ട്രീയ ബ്ലണ്ടർ അല്ലേ ഇന്നിപ്പോ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്ത് നിലപാടാണ് CPM-നുള്ളത്? എന്ത് നിലപാടാണ്? എനിക്ക് ഷൈനിന് പരാതി ഉണ്ടെങ്കിൽ ഷൈൻ പരാതി കൊടുത്തപ്പോൾ ഉടനടി പോലീസ് നടപടിയെടുത്തെങ്കിൽ നല്ല കാര്യം. അതിൻ്റെ അകത്തൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല, നല്ല കാര്യം എന്നാ പറയുന്നത്. എന്നാൽ ഷൈനിനോടൊപ്പം ഷൈനിന് മുൻപേ എത്രയോ ആളുകൾ പരാതി കൊടുത്തിരിക്കുന്നു, എത്രയോ പരാതികൾ കെട്ടിക്കിടക്കുന്നു പോലീസ് സ്റ്റേഷനുകളിൽ. സൈബർ അറ്റാക്കിന്റെ പരാതികൾ കോൺഗ്രസിന്റെ ഭാരവാഹികൾക്കെതിരെ മാത്രമല്ല, സ്ത്രീകൾക്ക് എതിരെയുള്ള, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള എല്ലാം പോട്ടെ. ആന്തൂർ സാജന്റെ ഭാര്യക്കെതിരെ ദേശാഭിമാനി എഴുതിയല്ലോ, വഴിവിട്ട് നടന്നതാണ് സാജൻ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്ന് എഴുതിയല്ലോ. അതിനെതിരെ കൊടുത്ത പരാതി. ഇത്തരം നിരവധിയായ പരാതികൾ കേരളത്തിൽ പോലീസിന്റെ മുമ്പിലുണ്ട്, കേരള പോലീസിന്റെ മുമ്പിലുണ്ട്. അതിനൊന്നും പരിഹാരമായിട്ടില്ല, അതൊന്നും അന്വേഷിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇതിപ്പോ ഇത് CPM-ന് വേണ്ടപ്പെട്ട ഒരാൾ പരാതി കൊടുത്തപ്പോൾ ഉടനടി നടപടി ഉണ്ടായി എന്ന് പറയുന്നത് കേരള സമൂഹത്തിലെ മുഴുവൻ ഇത്തരത്തിലുള്ള കേസുകളും കേരള പോലീസ് നീതിയുക്തമായി ചെയ്യുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നീതിയുക്തമായി ചെയ്യുന്നു എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എന്തായാലും KG ഷൈൻ ടീച്ചർ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ പോകേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഉയരുന്ന ഈ അധിക്ഷേപ പരാമർശങ്ങൾ ഇതിപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് മാത്രമല്ലല്ലോ, പല രീതിയിൽ ഈ പുരുഷന്മാരടക്കം ഈ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്. ഇപ്പോൾ ഈ ഷാഫി പറമ്പിൽ അടക്കം അതിൻ്റെ ഒരു ഉദാഹരണമായി മാറുകയാണോ? നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ കണ്ട നിരവധി കേസുകൾ ഉൾപ്പെടെ ഇപ്പം ഷാഫിയുടെ കേസില് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഇത്തരത്തിൽ CPM-ന്റെ ജില്ലാ പ്രസിഡന്റ് ഇത്തരത്തിലൊരു അഭിപ്രായം നടത്തുക? അപ്പോ ഇവർക്ക് എന്തും പറയാം. ഇവരുടെ പോലീസ് ഞങ്ങളുടെ കയ്യിലാണ്, ഈ ആഭ്യന്തര വകുപ്പ് ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങൾക്ക് എന്തും പറയാം. മറ്റുള്ളവർക്ക് നീതി വേണ്ട, ഞങ്ങൾക്ക് മാത്രം നീതി മതി. CPM-ന്റെ ആളുകൾക്ക് മാത്രം നീതി മതി, മറ്റുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കോ സാധാരണക്കാരനോ നീതി വേണ്ട. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകൾക്ക് പോയി പരാതി ധൈര്യമായി ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. അവിടെ പരാതിയുമായി ചെല്ലുന്നവരെ, ഒത്തുതീർപ്പിന് ചെല്ലുന്നവരെ തല്ലിച്ചതക്കുകയാണ്. പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറിയാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. ചെറുപ്പക്കാർക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റില്ല. ഏതാണ്ട് ഭ്രാന്ത് പിടിച്ച പോലെയാണ് കേരള പോലീസ് ചില പോലീസ് സ്റ്റേഷനിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു പരിഹാരം കാണാൻ ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചൊന്ന് കമന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. KG ഷൈന്റെ മാത്രം കേസ് ഒന്നും, KG ഷൈന്റെ കേസ് എന്താ? KG ഷൈന്റെ കേസ് ആരാണ് മുന്നോട്ട് കൊണ്ടുവന്നത്? ഇവിടെ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നുമല്ല കൊണ്ടുവന്നത്, അവരോടൊപ്പം തന്നെയുള്ള ആളുകളാ, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തന്നെയുള്ള ആളുകളാണ്. ഇപ്പൊ ഷാജഹാനെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കുറച്ചു മുമ്പ് ഒരു പ്രസ്താവന കണ്ടു. അപ്പോ ഈ ഷാജഹാൻ എന്തുകൊണ്ടാണ് VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന ഇവിടുത്തെ മുൻ മന്ത്രി ശർമ്മയോടൊക്കെ ഒപ്പം വലിയ സൗഹൃദമുള്ള അദ്ദേഹം എന്തിനാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്? അദ്ദേഹത്തിന് ആരാണ് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് കൊടുത്തത്? അവരുടെ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ സംഭവിച്ചതാണിത്. അപ്പോ അത് ആർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത്? ഇത് ആരൊക്കെയാണ് മെസ്സേജ് കൊടുത്തത്, പാർട്ടിക്കുള്ളിൽ ആരൊക്കെയാണ് എന്നൊക്കെയുള്ളത് കണ്ടുപിടിക്കട്ടെ. കേരള പോലീസിന് ധൈര്യം ഉണ്ടെങ്കിൽ അവരെയൊക്കെ പിടിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ, അറസ്റ്റ് ചെയ്യട്ടെ, നല്ല കാര്യം. പക്ഷേ ബാക്കിയുള്ള ആളുകൾക്കും ഈ നീതി വേണം. എല്ലാ സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാർക്കും കേരളത്തിൽ ഇത്തരത്തിൽ അക്രമം നേരിടുന്ന, സൈബർ അക്രമം നേരിടുന്ന, വ്യാജ പരാതികൾ നേരിടുന്ന എല്ലാവർക്കും ഇത്തരത്തിലുള്ള നീതി വേണം. ഇത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കെതിരെ വ്യാജ പരാതി വന്നാൽ ഈ നീതിയും ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഈ ഷൈൻ ഉൾപ്പെടെയുള്ള ഷൈൻ ഇപ്പോ അല്ലല്ലോ രാഷ്ട്രീയത്തിൽ വന്നതെന്നാണല്ലോ പറയുന്നത്. കുറെ കാലമായി ഇതിന്റെ അകത്ത് നിൽക്കുന്ന ആളാണല്ലോ. അപ്പോ ഇതുപോലെ തന്നെ ഒരു ആരോപണമാണല്ലോ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേർക്കുണ്ടായത്. ആ ഉമ്മൻചാണ്ടിക്കെതിരെ എത്ര വ്യാജ പ്രചരണമാണ് ഇവർ നടത്തിയത്. അന്ന് സെക്രട്ടേറിയറ്റിൽ പോയി സമരം ചെയ്യാൻ അന്ന് ഷൈൻ ഉണ്ടായിരുന്നല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസിച്ചത്? ഒരു സ്ത്രീ പറഞ്ഞു, മൊഴി മാറ്റി പറയുന്ന ഒരു സ്ത്രീ നാഴികയ്ക്ക് 40 വട്ടം മൊഴി മാറ്റി പറഞ്ഞ, എനിക്ക് കോടിക്കണക്കിന് രൂപ തന്നുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എന്ന് ചാനലുകൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടുകൊണ്ട് അന്ന് ഉമ്മൻചാണ്ടിക്കും ഇതുപോലെ തന്നെ കുടുംബം ഉണ്ടെന്നുള്ളത് അവർ ചിന്തിച്ചില്ലല്ലോ. മറ്റുള്ളവർക്ക് കുടുംബം ഉണ്ടെന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ ഇവരുടെ കുടുംബത്തെ തൊട്ട് ഒരു പരാതി വന്നപ്പോൾ, ഒരാക്ഷേപം വന്നപ്പോൾ അവർക്ക് നൊന്തു. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇവരെങ്ങനെ പൊതുപ്രവർത്തക എന്ന് വിളിക്കുക? പൊതുപ്രവർത്തക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കാര്യത്തിലും ഒരുപോലെ നീതിയുക്തമായി അവരുടെ പ്രശ്നങ്ങളെ കാണാൻ കഴിവുള്ളവരായിരിക്കണം. ജവഹർലാൽ നെഹ്റുവിന്റെ, ലെനിന്റെ, സ്റ്റാലിന്റെ ഒന്നും പേര് പറഞ്ഞിട്ട് കാര്യമില്ല. പുസ്തകത്തിലെ കോട്ടെടുത്ത് വായിച്ചിട്ട് കാര്യമില്ല.
സമൂഹത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും ഇതുപോലെ നീതി ലഭിക്കാൻ നിങ്ങൾ നിൽക്കുമോ എന്നാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. അവർക്ക് നീതി കിട്ടട്ടെ, അവർക്ക് നീതി കിട്ടണ്ടെന്ന് ഞാൻ പറയില്ല, നീതി കിട്ടണമെന്ന് തന്നെയാണ് പറയുന്നത്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള സ്ത്രീക്കായാലും നീതി നിഷേധിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം, കോൺഗ്രസിന്റെ അഭിപ്രായം. പക്ഷെ അതിനോടൊപ്പം ഇവർ ഈ വിജയ ശ്രീലാളിതനായി വന്ന് ചാനലുകൾക്ക് മുമ്പിൽ പറയുമ്പോൾ മറ്റുള്ളവർക്കും കൂടി ഇതുപോലെ നീതി വേണമെന്നുള്ള ബോധ്യം ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.